بسم الله الرحمن الرحيم. رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. رب يسر ولا تعسر وتمم بالخير وبك نستعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഇവിടെ ആഖിറത്തിൽ ജനങ്ങളുടെ 4 ഗ്രേഡുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഒന്നാമത്തെ ഗ്രേഡാണ് നശിക്കുന്നവരുടെ ഗ്രേഡ്. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു രാജാവ് പിടിച്ചെടുത്തു, കുറച്ച് ആൾക്കാരെ അയാൾ കൊന്നുകളഞ്ഞു. അപ്പോൾ ആ കൊല്ലപ്പെട്ടവർ നശിച്ചവരാണ്. അപ്പൊ ഇവിടെ ഈ നാശം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഉന്നതമായ റഹ്മത്ത്, അതിൽ നിന്നും അകന്നു പോകുന്നതിൻ്റെ നാശമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നാശമുണ്ടാകുന്നത് ഇയാസിന്റെ പേരിലാണ്, നിരാശയുടെ പേരിൽ. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും അയാൾ നിരാശനാകുന്നു, അതിന്റെ പേരിലാണ്. കൽബിന്റെ വേർപാടിന്റെ, അള്ളാഹുമായിട്ടുള്ള വേർപാടിന്റെ നാശമാണ് നരകത്തിന്റെ ശിക്ഷയുടെ നാശത്തിനേക്കാൾ കടുപ്പം. അതിന് അദ്ദേഹം കുറെ ഉദാഹരണങ്ങളും പറഞ്ഞു. കൽബ് വേവലാതി പൂണ്ടിരിക്കുമ്പോൾ ബാഹ്യമായുള്ള ഏത് വിഷയവും ഒരു വിഷയമല്ല. കൽബിലുള്ള വേദനയാണ് വെടിയിലുള്ള വേദനയേക്കാൾ കടുപ്പം. അതിന് അദ്ദേഹം കുറച്ച് ഉദാഹരണങ്ങളും പറഞ്ഞു. പിന്നെ യുദ്ധം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കോപം ഉണ്ടാകുന്നു. ആ കോപത്തിൽ അയാളെ ശത്രുവിന് വെട്ടിവീഴ്ത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് ഇയാൾക്ക് പരിക്കേക്കുന്നൊന്നും ഇയാൾക്ക് വിഷയമല്ല. എന്ന് പറഞ്ഞാൽ ഇയാൾ അതൊരു വേദനയായി ഗൗനിക്കുകയില്ല. കാരണം അതിനേക്കാൾ വലിയ വേദന കൽബിലുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രേമപരവശനായി നടക്കുന്ന മനുഷ്യൻ തീയുടെ മുകളിലൂടെയോ അമ്പിന്റെ മൂർച്ചയിലൂടെയൊക്കെ നടന്നിരിക്കും, അയാൾ വേദന അറിയില്ല. കാരണം അയാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തീവ്രത അത് പ്രേമത്തിന്റെ തീവ്രതയാണ്. അങ്ങനെ ഉദാഹരണം പറഞ്ഞു. വീണ്ടും അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. അത് പിന്നെ ഒരു കുട്ടിയുടെ മുമ്പിലേക്ക്, ഒരു വിശന്നയാളുടെ മുമ്പിലേക്ക് ഭക്ഷണവും കൊണ്ടുവച്ചു. അതുപോലെ തന്നെ ജനങ്ങൾക്ക്, തൻ്റെ കൂട്ടുകാർക്ക് സന്തോഷകരമാകുന്ന ചില വിഷയങ്ങൾ ഇയാൾക്ക് ചെയ്യാനുള്ള അവസരവും കൊടുത്തു. ഭക്ഷണം കഴിക്കാനിരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല, സന്ദർഭം കിട്ടും. രണ്ടാമതൊന്നേ ചെയ്യാൻ പറ്റുള്ളൂ. ശത്രുവിനെ കീഴടക്കുക, അതുപോലെ തന്നെ അങ്ങനെ കൂട്ടുകാർക്ക് സന്തോഷമുണ്ടാക്കുക, അങ്ങനെ കഴിഞ്ഞുകൂടുക, അതിനുള്ള അവസരവും അതുപോലെ തന്നെ ഭക്ഷണത്തിനുള്ള അവസരവും. ഇയാൾ വിശന്നിരിക്കുന്നവനാണെങ്കിൽ അയാൾ തീർച്ചയായിട്ടും അവിടെ ഭക്ഷണത്തിനായിരിക്കും മുൻഗണന നൽകുന്നത്. അയാൾക്ക് പ്രതാപം ഉണ്ടാകുന്ന കാര്യങ്ങൾ അയാൾക്ക് പ്രശ്നമാവുകയില്ല. കാരണം അയാളുടെ കൽബിലുള്ളത് ഭക്ഷണമാണ്. അതുപോലെ തന്നെ അദ്ദേഹം വേറൊരു ഉദാഹരണം പറഞ്ഞു. ഒരു കുട്ടിയുടെ മുമ്പിൽ പന്തും അതുപോലെ തന്നെ ഹോക്കിയുടെ വടിയും, സൗരജ എന്ന് പറഞ്ഞ ഹോക്കി കളിക്കുന്ന വടി, അന്നും ആ കളി ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ആ വടി അത് ഈ കുട്ടിയുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തു. അതുപോലെ തന്നെ കുറെ രാജാവിന്റെ കസേരകളും സിംഹാസനങ്ങളും മുമ്പിൽ വെച്ചു. കുട്ടികൾക്ക് എന്ത് രാജാവ്, എന്ത് കസേര? കുട്ടികൾക്ക് വേണ്ടത് ഹോക്കി വടിയും അതുപോലെ തന്നെ പന്തും എല്ലാമാണ്. തീർച്ചയായിട്ടും ആ കുട്ടി ആഗ്രഹിക്കുന്നത് പന്തും ഹോക്കി വടിയൊക്കെ ആയിരിക്കും, രാജാവിന്റെ സിംഹാസനങ്ങളാകത്തില്ല. ആ കുട്ടി അങ്ങനെ തന്നെ പറയുകയും ചെയ്യും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ? എന്നിട്ട് അദ്ദേഹം പറയും, വദാലിക ലിമൻ, ഒരാൾക്കുള്ളതാണ്, ഇസ്തറഖതുഹു, അയാളെ കീഴടക്കി, സിഫാത്തുൽ ബഹായിമി, നാൽക്കാലികളുടെ ഗുണങ്ങൾ, വസ്സിബാഇ, വന്യമൃഗങ്ങളുടെയും. അതാണ് അയാളെ കീഴടക്കിയിരിക്കുന്നത്. വലം തദ്ഹറു ഫീഹി, അയാളിൽ വെളിവായില്ല, സിഫാത്തുൽ മലായിക, മലക്കുകളുടെ സിഫത്തുകൾ അയാളിൽ വെളിവായില്ല. അതിലത്തെ എങ്ങനത്തെ മലക്കുകളുടെ സിഫത്തുകൾ? ലാ യുനാസിബുഹ, ആ മലക്കുകളുടെ സിഫത്തിനോട് യോജിക്കുകയില്ല. വലാ യരുദ്ദുഹ, ആ സിഫത്തുകൾക്ക് രസമായി തോന്നുകയുമില്ല. ഇല്ലൽ ഖുർബി മിർ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോടുള്ള ഖുർബല്ലാതെ. മലക്കുകളുടെ മലായിക്കി സിഫത്തുകൾക്ക് രസകരമായി തോന്നുന്നത് റബ്ബുൽ ആലമീനായ അള്ളാഹുമായിട്ടുള്ള ഖുർബാണ്. ആ മലക്കി സിഫത്തുകൾക്ക് അനുയോജ്യമാകുന്നതും അതാണ്. വലാ യുഅ്ലിമുഹ, ഈ മലക്കി സിഫത്തുകൾക്ക് വേദനയുള്ളതായി തോന്നുകയില്ല. ഇല്ലൽ ബുഅദു വൽ ഹിജാബു, അള്ളാഹു എന്നുള്ള അകലവും മറയുമല്ലാതെ. അങ്ങനെയുള്ള ഉന്നതമായ ഗുണങ്ങൾ ഇയാൾക്കില്ല.
ആർക്ക്? ഈ പറഞ്ഞ വിഭാഗത്തിന്. അവർക്ക് ബഹായിമിന്റെ സിഫത്തുകളാണ് കൂടുതലുള്ളത്, മലക്കുകളുടെ സിഫത്തുകൾ ഇല്ല. അപ്പൊ അയാള് ഏതുപോലെ കമാലായക്കൂനു അദ്ദൗഖു, അതെ, അങ്ങനെ അതുപോലെയാണ്. അതാണ് ഇങ്ങനെ ഈ പിന്നെ ദുന്യാവിന്റെ വേർപാടിനെ കുറിച്ച് അയാൾ ചിന്തിക്കും. ആഖിറത്തിന്റെ അള്ളാഹുമായിട്ടുള്ള വേർപാട് അയാൾക്ക് വിഷയമല്ല. കാരണം അയാൾ മൃഗങ്ങളുടെ ഗുണം ഉള്ളവനാണ്. കൽബിന്റെ ഉള്ളിലുള്ളത് അതാണ്, ശരിയായ ഗുണമില്ല. ഇപ്പൊ കമാലായക്കൂനു ദൗഖു, രുചി എന്നുള്ളത് ഇല്ലാഫിൽ ലിസാന്, നാവിൽ മാത്രം വരുന്നതായതുപോലെ, സമു കേൾവി ഇല്ലാഫിൽ അദാനി, ചെവികളിൽ മാത്രമുള്ളതായതുപോലെ, ഫലാ തക്കൂന് ഹാദിഹി സിഫത്തു, ഈ സിഫത്ത് ഇല്ലാഫിൽ കൽബ്, കൽബിലല്ലാണ്ട് വരികയില്ല. കൽബിലാണ് ഈ സിഫത്ത് വരുന്നത്. ഒന്നിന് മുൻഗണന നൽകുന്ന സിഫത്ത് കൽബിലാണ് വരുന്നത്. ആ റബ്ബുൽ ആലമീനോടുള്ള മഹബത്തിന്റെ സിഫത്താണ് കൽബിൽ വരുന്നതെങ്കിൽ വേറെ ഒന്നും അയാൾക്ക് പ്രശ്നമല്ല. അത് മുറിഞ്ഞു പോലായി അയാൾക്ക് ഏറ്റവും വലിയ വേദന നരകത്തിന്റെ ശിക്ഷയേക്കാൾ. ഫമൻ, അപ്പൊ ഒരാൾ ലാ കൽബലഹു, അയാൾക്ക് കൽബില്ല, എന്നാൽ ലൈസലഹു ഹാദൽ ഹിസ്സു, അയാൾക്ക് ഈ അനുഭവം ഉണ്ടാകത്തില്ല കൽബില്ലാത്ത ആൾക്ക്. ഏതുപോലെ കമൻ, ഒരാളെ പോലെ ലാ സംഹലഹു, അയാൾക്ക് സംഹില്ല, വലാ ബസറ, അയാൾക്ക് ബസറും ഇല്ല. അയാള് ലൈസലു, അയാൾക്ക് ഉണ്ടാകത്തില്ല ലദ്ദത്തുൽ അൽഹാനി, രാഗങ്ങൾ ആസ്വദിക്കാനുള്ള രസം അയാൾക്ക് ഉണ്ടാകത്തില്ല. ആർക്ക്? ഈ സംഹില്ലാത്ത ആൾക്ക്. ഇപ്പൊ ഹുസ്നു സുവരി വൽ അൽവാനി, നല്ല രൂപങ്ങളും നല്ല നിറങ്ങളും ആസ്വദിക്കാനുള്ള ശേഷി ഉണ്ടാകത്തില്ല കണ്ണില്ലാത്തയാൾക്ക്. എന്നതുപോലെയാണ് കൽബില്ലാത്തയാൾക്ക്. കൽബില്ലാത്തയാള് ഇതുപോലെയാണ്. ചെവി കേൾക്കാത്തയാളും കണ്ണ് കാണാത്തയാളും, ചെവി കേൾക്കാത്തയാള് ലഹനികളെ ആസ്വദിക്കാൻ സാധ്യമല്ല, രാഗങ്ങളെ, നല്ല ശബ്ദങ്ങൾ ആസ്വദിക്കാനും സാധ്യം, രൂപങ്ങളെ കാണാൻ കണ്ണില്ലാത്തയാൾക്ക് സാധ്യമല്ല. അതുപോലെയാണ് ഈ കൽബില്ലാത്തയാള്. കൽബില്ലാത്തയാളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ആ കൽബിന്റെ ഫിറാക്കിന്റെ ആ രസകരമായ അനുഭൂതിയൊന്നും ഉണ്ടാകത്തില്ല. ലിക്കുല്ലി ഇൻസാനിൻ കൽബുൻ, എല്ലാ മനുഷ്യർക്കും കൽബില്ല കേട്ടോ. കൽബില്ലാത്തവരാ കൂടുതലും. ഫലൗകാന, അഥവാ കൽബ് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ലമാ സഹ കൗലുഹു താല, അള്ളാഹു താലയുടെ ഈ കൗല് സഹയാകത്തില്ല. അപ്പൊ അള്ളാഹു താല ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എല്ലാ മനുഷ്യർക്കും കൽബ് അള്ളാഹ് കൊടുത്തിട്ടില്ല. എന്താ അള്ളാഹു പറഞ്ഞത്? ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബ്, നിശ്ചയം ഇതിലുണ്ട് ലദിക്റ, ഉപദേശമുണ്ട്, ലിമൻ, ഒരാൾക്ക്, കാരണം അയാൾക്കുണ്ട് കൽബ്, കൽബ് മനസ്സിലാക്കാനുള്ള കൽബുള്ളയാൾക്ക് ഉപദേശമുണ്ടെന്നാ പറഞ്ഞു. അപ്പൊ ഫജഅല, അള്ളാഹു താല ആക്കി, മൻ, ഒരാളെ, ലം യതദക്കർ ബിൽ ഖുർആനി, ഖുർആൻ കൊണ്ട് ചിന്തിക്കാത്തയാളെ അള്ളാഹു താല ആക്കി, മുഫ്ലിസം മിനൽ കൽബ്, കൽബിൽ നിന്നും പാപ്പരായവനാക്കി. അപ്പൊ ഖുർആൻ ചിന്തിക്കാൻ കഴിയില്ലാത്തയാള് കൽബില്ലാത്തവനാണ്. വലസ്തു അഅനി ബിൽ കൽബ്, കൽബ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കൽബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ രക്തം പമ്പിയുന്ന ഹൃദയമാണെന്നല്ല ഇദ്ദേഹം പറയുന്നത്. കൽബ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഹാദല്ലദി, ഒന്നിനെ, തക്തനിഫുഹു, അതിനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു, അലാമു സദിരി, നെഞ്ചിലെ എല്ലുകൾ, നെഞ്ചിലെ എല്ലുകൾ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ മാംസകഷ്ടം ഉണ്ടല്ലോ, അതല്ല കൽബ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബൽ അഅനി ബിഹി, മറിച്ച് കൽബ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അസിറ, ഒരു സിറിനെയാണ്, ഒരു സിറിനെയാണ്. അല്ലദി ഹുവ മിൻ ആലമിൽ അംരി, ആലമുൽ അമ്രും ആലമുൽ ഖൽഖും ഉണ്ട്. അമ്രിന്റെ ആലമും ഖൽക്കിന്റെ ആലമും, സിട്ടിപ്പിന്റെ ആലമും അള്ളാഹുവിന്റെ കൽപ്പനയുടെ ആലമും. ഇത് ഈ സിറ് എന്ന് പറയുന്നത് അത് ആലമുൽ അമ്രിൽ പെട്ടതാണ്. അപ്പോ പിന്നെ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന കൽബോ, വല്ലഹമുല്ലദി ഹുവ മിൻ ആലമിൽ ഖൽഖി, ആലമുൽ ഖൽക്കിൽ പെട്ട നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ലഹമുണ്ടല്ലോ, ഹൃദയം, അത് അർശുഹു, ഈ ആലമുൽ അമ്രിലുള്ള ആ സിറിന്റെ അർശാണ്. അഥവാ അത് കുടികൊള്ളുന്നത് ഈ ഭാഗത്താണ്. സദറു കുർസിയുഹു, അതിന്റെ സദർ, ഇത് ഇരിക്കുന്ന സദർ, അത് അതിന്റെ കസേരയാണ്. വസാഇറുൽ അഅ്ളാഇ, മറ്റ് അവയവങ്ങൾ, ഇത് രണ്ടുമല്ലാത്ത മറ്റ് അവയവങ്ങൾ, അതെന്താണ്? അത് ആലമുഹു വ മംലകത്തുഹു, അത് ഈ കൽബാകുന്ന സിറിന്റെ ആലമാണ്, അതിന്റെ അധികാര കേന്ദ്രവുമാണ്. മുഴുവൻ അവയവങ്ങളും നിയന്ത്രിതമാകുന്നത് ഈ കൽബാകുന്ന ആ ആലമിലൂടെയാണ്. വലില്ലാഹിൽ ഖൽഖു വൽ അംറു ജമീഅ, അള്ളാഹുവിനാണ് എല്ലാ സൃഷ്ടിപ്പുകളും, എല്ലാ അമ്രും അള്ളാഹുവിനുള്ളതാണ്. കൽപ്പന എന്ന് നമുക്ക് അർത്ഥം വെക്കാം. അള്ളാഹുവിന്റെ തീരുമാനം, അതെല്ലാം അള്ളാഹുവിനുള്ളതാണ്. വലാകിന്ന ദാലിക സിർറല്ലദി, വലാകിൻ, പക്ഷേ, ദാലിക സിറു, ഈ സിറ്,
അല്ലദീ ഖാല അല്ലാഹു തആല ഫി, ആ വിഷയത്തിൽ അള്ളാഹ് പറഞ്ഞത് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി എന്ന. ആ റൂഹും ഈ പറഞ്ഞ സിറും കൽബെല്ലാം ഇദ്ദേഹം പറയുന്ന ഒന്നാണെന്ന. യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. നബി അങ്ങ് പറയണം, റൂഹ് എൻ്റെ റബ്ബിന്റെ കൽപ്പന ഈ കാര്യത്തിൽപ്പെട്ടതാണ്. അപ്പൊ ആലമുൽ അംറിൽപ്പെട്ടതാണ് റൂഹ്. ആ റൂഹിനെ സംബന്ധിച്ചാണ് ഇവിടെ കൽബെന്ന് പറഞ്ഞതും അതിനെക്കുറിച്ച് തന്നെ ആ സിർ എന്ന് പറഞ്ഞതും. അപ്പം ഈ സിറ് ഹുവൽ അമീറു, അതാണ് അമീർ, വൽ മലിക്കു, രാജാവും. കാരണം ലിഅന്ന ബൈനൽ അംരി അല്ല ലിഅന്ന ബൈന ആലമിൽ അംരി വ ആലമിൽ ഖൽഖി, അംറിന്റെ ആലമിന്റെയും ഖൽക്കിന്റെ ആലമിന്റെയും, ആലമുൽ അംറിന്റെയും ആലമുൽ ഖൽക്കിന്റെ ഇടയിലുണ്ട് തർത്തീബിന്, ഒരു തർത്തീബുണ്ട്. അപ്പൊ ആലമുൽ അംരി, അംറിന്റെ ആലമ് അമീറിന്, അത് അമീർ ആയിരിക്കും. അല്ല ആലമിൽ ഖൽക്കി, സിട്ടിപ്പിന്റെ ഖൽക്കിന്റെ ആലമിന്റെ മേൽ അമീർ ആയിരിക്കും. അഥവാ ആന്തരികമായ ആലമ് അത് ഈ ബാഹ്യമായ ആലമിന്റെ മേൽ അമീർ ആയിരിക്കും. ബഹുവൽ ലത്തീഫത്ത്, അത് വളരെ സൂക്ഷ്മമായ ഒരു വസ്തുവാണ്. അല്ലത്തി ഇദാ സലുഹത് അസിർ, അത് നന്നായാൽ സലുഹലഹ സായിറുൽ ജസദി, അത് കാരണമായി ശരീരം മൊത്തം എന്താകും, നന്നാകും. അപ്പൊ അങ്ങനെയുള്ള വളരെ എന്താണ്, വളരെ സൂക്ഷ്മമായ ഒരു വസ്തുവാണ് ഈ ആലമുൽ അംറിലുള്ള കൽബ് എന്ന് പറയുന്നത്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാകും. മൻ അറഫഹ, അതിനെ ഒരുവൻ തിരിച്ചറിഞ്ഞാൽ, ആ ലത്തീഫത്തായ വസ്തുവിനെ ഒരുവൻ തിരിച്ചറിഞ്ഞാൽ, ഫഖദ് അറഫ നഫ്സഹു, അവന്റെ നഫ്സിനെ അവൻ അറിഞ്ഞവനായി. സിറിനെ അറിഞ്ഞെങ്കിൽ മാത്രമേ നഫ്സിനെ അറിയാൻ പറ്റുള്ളൂ. വമൻ അറഫ നഫ്സഹു, ആരെങ്കിലും തന്റെ നഫ്സിനെ അറിഞ്ഞാൽ ഫഖദ് അറഫ റബ്ബ, അവൻ തന്റെ രക്ഷിതാവിനെ അറിഞ്ഞു. അതാണ്, രക്ഷിതാവിനെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നഫ്സിനെ അറിയണം. നഫ്സിനെ അറിയണമെങ്കിൽ മനുഷ്യനുള്ള കൽബാകുന്ന സിറിനെ അറിയണം. വൈന്ദതാലിക, ഈ സമയത്ത് ഇങ്ങനെ ആയ അവസരത്തിൽ അയാൾ തൻ്റെ നഫ്സിനെ മനസ്സിലാക്കി, ആ സിറിനെ മനസ്സിലാക്കിയെങ്കിൽ യശുമ്മുൽ അബ്ദു, ആ അടിമ ആസ്വദിക്കും, ശ്വസിച്ച് ആസ്വദിക്കും മബാദി റവായിഹുൽ മഅനൽ മത്വിയ്യ തഹ്ത ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറത്തിഹി, ഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറത്തിഹി എന്ന തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കിന്റെ തഹ്തിൽ, അതിന്റെ കീഴിൽ ചുരുട്ടപ്പെട്ട ആശയം, ആ ആശയത്തിന്റെ ഉന്നതമായ ആ സുഗന്ധം, അതിന്റെ പ്രാരംഭം ഈ അടിമ ആസ്വദിക്കും, ഈ സിറുള്ള അടിമ. ഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു ഖലഖ ആദമ, ആദമിനെ അള്ളാഹ് പഠിച്ചു അവന്റെ രൂപത്തിലെന്ന്. മുമ്പ് ഇത് പറഞ്ഞു പോയതാ. വിവരമില്ലാത്തവൻ പറയും അള്ളാഹു താലാക്ക് പിന്നെ സൂറത്തുണ്ടെന്ന് പറയും. അത് വിവരമില്ലാത്തവന്റെ പരിപാടിയാണ്, കൽബില്ലാത്തവന്റെ പരിപാടിയാണ്. ഇൻഷാ അല്ലാഹ് അവിടെ നിൽക്കട്ടെ.